ഫാമിലി റീയൂണിഫിക്കേഷൻ വിസ, അതായത് അവരുടെ ഫാമിലിയിലെ ആളുകളെ കൊണ്ടുപോകാനുള്ള വിസ ജർമ്മൻ ഗവൺമെന്റ് അനുവദിക്കും. GNM നേഴ്സിംഗ്, BSc നേഴ്സിംഗ്, പോസ്റ്റ് BSc നേഴ്സിംഗ്, MSc നേഴ്സിംഗ്, ഏത് നേഴ്സിംഗ് പഠിക്കുന്ന നേഴ്സുമാർക്കും ഒരേപോലെയുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ജർമ്മനി നൽകുന്നത്. ഒരു ഹ്യൂജ് നേഴ്സിംഗ് മേഖലയിലുള്ള ഷോർട്ടേജ് ആണ് ജർമ്മനി നേരിടുന്നത്. അത് നമ്മളുടെ വളരെ വലിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മുടെ നാട്ടിലുള്ള എല്ലാ നേഴ്സുമാർക്കും ജർമ്മനിയിൽ പോയി ജോലി ചെയ്യാനുള്ള അവസരം ഇന്ന് അവിടെയുണ്ട്. നമ്മൾ സാധാരണഗതിയിൽ 2400 മുതൽ 2800 യൂറോ അസിസ്റ്റന്റ് നേഴ്സ് ജോലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കിട്ടും എന്ന് നമ്മൾ പറയുമ്പോഴും നമ്മുടെ എഡ്യൂഫ്ലെയറിൽ നിന്ന് കൂടുതലുള്ള നേഴ്സുമാർക്കെല്ലാം 3500 യൂറോ പല എംപ്ലോയേഴ്സും മന്ത്ലി സാലറി ആയിട്ട് നൽകുന്നുണ്ട്. സർ, നമ്മൾ GNP ജർമ്മൻ നഴ്സിംഗ് പ്ലേസ്മെന്റ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, എന്താണ് നഴ്സുമാർക്കുള്ള ജർമ്മൻ നഴ്സിംഗ് പ്ലേസ്മെന്റ് പ്രോഗ്രാം? ജർമ്മൻ നഴ്സിംഗ് പ്ലേസ്മെന്റ് എന്നുള്ളതിനെ നമുക്ക് ഒറ്റ വാക്കിൽ പറയാൻ പറ്റുന്നത് ജർമ്മനിയിലേക്കുള്ള നഴ്സിംഗ് പ്ലേസ്മെന്റ് പ്രോഗ്രാം എന്ന് പറയാം. നഴ്സുമാരെല്ലാവരും നഴ്സിംഗ് പഠിക്കുന്നത് ഒരു വികസിത വിദേശ രാജ്യത്ത് പോയി ജോലി ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലാണ് എല്ലാവരും പഠിക്കുന്നത്. ഓരോ വികസിത രാജ്യത്തും നഴ്സുമാർക്ക് ജോലി ചെയ്യാൻ പോകണമെങ്കിൽ ആ രാജ്യങ്ങൾ നിഷ്കർഷിക്കുന്ന ക്വാളിഫിക്കേഷൻ എക്സാമുകൾ പാസ്സായിട്ടാണ് അവർക്ക് പോകേണ്ടത്. നമ്മൾ ഓരോ രാജ്യത്തെ നഴ്സിംഗ് പ്ലേസ്മെന്റ് പ്രോഗ്രാമിനെയും നമ്മൾ അതാത് രാജ്യവുമായി കണക്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. ജർമ്മനിയിലേക്കുള്ള ഇന്ത്യയിൽ നിന്നുള്ള നഴ്സുമാരുടെ പ്ലേസ്മെന്റ് പ്രോഗ്രാമിനെയാണ് ജർമ്മൻ നഴ്സിംഗ് പ്ലേസ്മെന്റ് പ്രോഗ്രാം എന്ന് നമ്മൾ പറയുന്നത്. എന്തുകൊണ്ട് ജർമ്മനി? കുറെ രാജ്യങ്ങളുണ്ടല്ലോ അവരുടെ മുൻപിൽ. ഒരു നഴ്സ് എന്തുകൊണ്ട് ജർമ്മനി തിരഞ്ഞെടുക്കണം? ഇപ്പോൾ നമ്മുടെ മുന്നിൽ പ്രസക്തമായ ഉത്തരവെന്ന് പറയുന്നത് ജർമ്മനി മാത്രമേ നമുക്കിപ്പോൾ പോകാനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു രാജ്യമുള്ളൂ എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ പൊതുവെ നോക്കുമ്പോൾ ജർമ്മനി നേഴ്സുമാർക്ക് വളരെ ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ നേഴ്സുമാർക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡെസ്റ്റിനേഷൻ ആണ് ജർമ്മനി എന്ന് പറയുന്നത്. അപ്പൊ ജർമ്മനിയിലെ ഒരു നഴ്സിംഗ് പ്ലേസ്മെന്റ് ഒരു നേഴ്സ് പോകുമ്പം ജർമ്മനി എന്ന രാജ്യം ഒന്നാമത്തെ ഘടകമാണ്. അതായത് ലോകത്തിലെ തന്നെ 3ാമത്തെ ഏറ്റവും വികസിതമായ ഒരു രാജ്യം. ആ രാജ്യത്തെ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറും ടെക്നോളജിയും എല്ലാം നമുക്കറിയാം, വളരെ പ്രശസ്തമാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. കൂടാതെ അവിടെ നമുക്ക് സോഷ്യൽ വെൽഫെയർ ആക്ടിവിറ്റീസ് ആ രാജ്യത്ത് വളരെ കൂടുതലാണ്. നഴ്സുമാരെ സംബന്ധിച്ചിടത്തോളം അവർ എംപ്ലോയി ആയിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് അവരുടെ ഹോസ്പിറ്റലിലെ അന്തരീക്ഷങ്ങള്, ഒരു പ്രൊഫഷണൽ ഡിഗ്നിറ്റി, അവരുടെ വർക്ക് ലൈഫ് ബാലൻസ്, സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ്, അവരുടെ ഏജ്ഡ് കെയർ, പെൻഷൻ, അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് നയിക്കാൻ വേണ്ടി നേഴ്സുമാർക്ക് ഏറ്റവും അധികം ഉപകരിക്കുന്ന രാജ്യമാണ് ജർമ്മനി. നമ്മുടെ നാട്ടില് കുറെ അധികം നഴ്സസ് ഉണ്ട്. അപ്പം എല്ലാ നഴ്സുമാർക്കും അവിടെ പോയി വർക്ക് ചെയ്യാനുള്ള അത്രയധികം ഓപ്പർച്യൂണിറ്റികൾ ജർമ്മനിയിലുണ്ടോ? തീർച്ചയായിട്ടും ജർമ്മനി ഇന്ന് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഡെസ്റ്റിനേഷൻ ആണ്. കാരണം ജർമ്മനിയിൽ വളരെ വലിയ തൊഴിൽ ക്ഷാമം നേരിടുന്ന ഒരു രാജ്യമാണ്. സാധാരണ എല്ലാ വികസിത രാജ്യങ്ങളെ പോലെ തന്നെ ജർമ്മനിയിലും ഏജ്ഡ് ആയിട്ടുള്ള സിറ്റിസൺസ് ആണ് അവിടെയുള്ളത്. യങ് പോപ്പുലേഷന്റെ നീഡ് വളരെ കൂടുതലാണ് ആ രാജ്യത്ത്. നേഴ്സുമാരെ സംബന്ധിച്ചിടത്തോളം ജർമ്മനിയിൽ ഇന്ന് 3 ലക്ഷത്തിലധികം വേക്കൻസീസ് നിലവിലുണ്ട്. 2030 ആവുമ്പോഴേക്കും അത് 5 ലക്ഷം മുതൽ 6 ലക്ഷം നഴ്സിംഗ് വേക്കൻസിയിലേക്ക് എത്തുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പം ഒരു ഹ്യൂജ് നഴ്സിംഗ് മേഖലയിലുള്ള ഷോർട്ടേജ് ആണ് ജർമ്മനി നേരിടുന്നത്. അത് നമ്മളുടെ വളരെ വലിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മുടെ നാട്ടിലുള്ള എല്ലാ നഴ്സുമാർക്കും ജർമ്മനിയിൽ പോയി ജോലി ചെയ്യാനുള്ള അവസരം ഇന്ന് അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് യാതൊരു എക്സ്പീരിയൻസും ഇല്ലാത്ത നഴ്സുമാരെ പോലും ജർമ്മനി ഇന്ന് റിക്രൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ എക്സ്പീരിയൻസിനെ കുറിച്ച് സാർ സംസാരിച്ചല്ലോ. അപ്പം പല രാജ്യങ്ങളും 2 വർഷമോ 3 വർഷമോ ഒക്കെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെയാണ് നോക്കുന്നത്. അപ്പം ജർമ്മനിക്ക് എന്തുകൊണ്ടായിരിക്കാം ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകൾക്കും ജർമ്മനിയിലേക്ക് പോകാൻ പറ്റുമെന്ന് പറയുന്നതിന്റെ ഒരു ലോജിക്ക് എന്തായിരിക്കും സാർ? തീർച്ചയായിട്ടും എല്ലാ രാജ്യങ്ങളും 2 വർഷം 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള നഴ്സുമാരെയാണ് പൊതുവെ തെരഞ്ഞെടുക്കുന്നത്. കാരണം നഴ്സിംഗ് കോളേജിലെ ഒരു പഠനം എന്ന് പറയുന്നത് അവരുടെ സ്കിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പഠനമല്ല. അവർ കോളേജിലെ പഠനം കഴിഞ്ഞ് ആക്ച്വലി ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോഴാണ് അവർക്ക് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുന്നതും അവർ രോഗികളെ പരിചരിക്കാൻ പ്രാപ്തമാവുന്നത്. അപ്പം ആ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകളെ തെരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ അത്രത്തോളം അക്യൂട്ട് ഷോർട്ടേജ് ആ മേഖലയിൽ ജർമ്മനിയിൽ ഉള്ളത് കൊണ്ടാണ് അവരെ എക്സ്പീരിയൻസ് ഇല്ലാത്ത നഴ്സുമാരെ പോലും തെരഞ്ഞെടുക്കുന്നത്. അതായത് നഴ്സിംഗ് കോളേജിലെ പഠനം പൂർത്തിയാക്കിയ ഒരു നഴ്സിനെ നമ്മുടെ നാട്ടിലെ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാതെ, യാതൊരു എക്സ്പീരിയൻസും ഇല്ലാതെ ജർമ്മനിയിൽ പോയി ഒരു രജിസ്റ്റേർഡ് നേഴ്സായി തീരാൻ ഇന്ന് സാധിക്കും. അപ്പം നഴ്സുമാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സുവർണ അവസരമാണ്. അവരെ നഴ്സിംഗ് കോളേജിലെ പഠനം കഴിഞ്ഞ് നേരിട്ട് ജർമ്മനിയിലേക്ക് പോകാൻ ആവശ്യമായിട്ടുള്ള ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുകയാണെങ്കിൽ അവർക്ക് ഇവിടെ എവിടെയും ജോലി ചെയ്യാതെ ജർമ്മനിയിൽ പോയി ഡയറക്റ്റ് ആയിട്ട് ഒരു നേഴ്സായിട്ട് ജോലി ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. വിദ്യാഭ്യാസ യോഗ്യത, അത് GNM, BSc, MSc അങ്ങനെ എന്തെങ്കിലും ക്രൈറ്റീരിയകൾ ഉണ്ടോ ജർമ്മനിയിൽ പോയിട്ട് രജിസ്റ്റേർഡ് നഴ്സ് ആവണമെന്നുണ്ടെങ്കിൽ? പല രാജ്യങ്ങളും നഴ്സുമാരെ റിക്രൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ക്രൈറ്റീരിയകളൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. BSc നഴ്സിംഗ് ഉണ്ടെങ്കിൽ മുൻഗണന കൊടുക്കുക, ഇങ്ങനെ പല കാര്യങ്ങളും കാണാം.
പക്ഷെ ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് GNM നേഴ്സിംഗ്, BSc നേഴ്സിംഗ്, പോസ്റ്റ് BSc നേഴ്സിംഗ്, MSc നേഴ്സിംഗ്, ഏത് നേഴ്സിംഗ് പഠിക്കുന്ന നേഴ്സുമാർക്കും ഒരേപോലെയുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ജർമ്മനി നൽകുന്നത്. അതായത് ജർമ്മനിയിൽ നമുക്കൊരു രജിസ്റ്റേർഡ് നേഴ്സായി പോകാൻ വേണ്ടിയിട്ട് നമുക്കൊന്നെങ്കിൽ GNM നേഴ്സിംഗ്, അല്ലെങ്കിൽ BSc നേഴ്സിംഗ്, അല്ലെങ്കിൽ പോസ്റ്റ് BSc നേഴ്സിംഗ്, MSc നേഴ്സിംഗ്, ഇതിൽ ഏതെങ്കിലും ഒരു നേഴ്സിംഗ് ഡിഗ്രിയും നമ്മുടെ നാട്ടിലെ നേഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരവുമുള്ള ഒരു നേഴ്സ് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് B2 സർട്ടിഫിക്കേഷൻ പാസ്സായി ജർമ്മൻ ലാംഗ്വേജിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള എല്ലാ നേഴ്സുമാർക്കും ജർമ്മനിയിൽ പോയി ഒരു രജിസ്ട്രേഡ് നേഴ്സ് ആവാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അവിടെ ചെന്നാലും അവരുടെ ഡിഗ്രിയുടെ വ്യത്യാസത്തിനനുസരിച്ച് യാതൊരു വിധത്തിലും അവരുടെ സാലറിയിൽ വ്യത്യാസമില്ല, അവരുടെ ജോലിയിലെ ഡെസിഗ്നേഷനിൽ വ്യത്യാസമില്ല. എല്ലാ അർത്ഥത്തിലും എല്ലാവർക്കും ഒരേപോലെയുള്ള ജോലിയും ഒരേപോലെയുള്ള ശമ്പളവും ലഭിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എന്നാൽ മറ്റ് വികസിത രാജ്യങ്ങളിൽ ഇത് വ്യത്യസ്തമാണ്. അതായത് പല ഡിഗ്രി ഉള്ള ആളുകൾക്ക് അല്ലെങ്കിൽ പല നിലവാരത്തിൽ പഠിക്കുന്ന ആളുകൾക്ക് പല വിധത്തിലുള്ള ശമ്പളമാണ് മറ്റു രാജ്യങ്ങളിൽ നൽകുന്നത്. ഈ നമ്മുടെ നാട്ടില് ഇപ്പം സാർ പറഞ്ഞ എക്സ്പീരിയൻസിന്റെ ആവശ്യമില്ല, ഡിപ്ലോമ ആണെങ്കിൽ ഡിഗ്രി ആണെങ്കിൽ ഏത് കാറ്റഗറിയിലുള്ള ആളുകൾക്കും പോകാൻ പറ്റും. മൂന്നാമത്തെ ഒരു ക്രൈറ്റീരിയ സാർ പറഞ്ഞ ജർമ്മൻ ഭാഷ പഠിക്കുക എന്നുള്ളതാണ്. അപ്പം രണ്ട് കാര്യങ്ങൾ ഓൾറെഡി ഉള്ള ആളുകളായിരിക്കും ജർമ്മനിലേക്ക് പോകാൻ തീരുമാനം എടുക്കുന്നുണ്ടാവുന്നത്. അവരുടെ കയ്യിൽ നഴ്സിംഗ് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഉണ്ട്, ഓൾറെഡി അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. അപ്പൊ അവർ ചെയ്യേണ്ട ഒരു ആക്ഷൻ ജർമ്മൻ ഭാഷ പഠിക്കാന്നൊരു കാര്യം മാത്രമാണോ? തീർച്ചയായിട്ടും. അതായത് നമ്മള് നേഴ്സുമാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പൊതുവെ മൈഗ്രേറ്റ് ചെയ്യുന്ന രാജ്യങ്ങൾ നിലവിലുള്ളത് നമുക്ക് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രികളും ഗൾഫ് കൺട്രികളിലേക്കുമാണ് നമ്മൾ പൊതുവെ പോകുന്നത്. അപ്പം മറ്റ് ഡെവലപ്ഡ് കൺട്രികളെല്ലാം തന്നെ ഇപ്പൊ US ആണെങ്കിലും കാനഡ ആണെങ്കിലും UK ആണെങ്കിലും അയർലൻഡ് ആണെങ്കിലും ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ഏത് രാജ്യമാണെങ്കിലും ഈ രാജ്യങ്ങളെല്ലാം തന്നെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രികളാണ്. അപ്പം ഈ രാജ്യത്തേക്ക് ഒരു നേഴ്സ് പോവുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇംഗ്ലീഷ് പഠനമാണ് അവർക്ക് ആവശ്യമായിട്ടുള്ളത്. ഗൾഫിലേക്ക് പോകുമ്പോഴും ഇംഗ്ലീഷാണ് പഠനം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് മേഖലയിലുള്ള പരീക്ഷകൾ പാസ്സായിട്ടാണ് അവർ പോകുന്നത്. അതായത് ഗൾഫിൽ അറബി ആയതുകൊണ്ട് നമ്മൾ അറബി പഠിച്ചിട്ടല്ല ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുന്നത്. എന്നാൽ ഇതിൽ നിന്ന് വിഭിന്നമായി ജർമ്മനി എന്ന് പറയുന്ന രാജ്യം അവരുടെ മാതൃഭാഷ ജർമ്മനാണ്. അവരുടെ ഹെൽത്ത് കെയർ മേഖലയെല്ലാം പ്രവർത്തിക്കുന്നത് ജർമ്മൻ മീഡിയത്തിൽ അല്ലെങ്കിൽ ജർമ്മൻ ലാംഗ്വേജിൽ അധിഷ്ഠിതമായിട്ടാണ് നടക്കുന്നത്. അപ്പം നമ്മൾ അവിടെ പോയി ജോലി ചെയ്യണമെങ്കിൽ നമുക്ക് ജർമ്മൻ ഭാഷ അനിവാര്യമാണ്. അപ്പോൾ ഒരു നേഴ്സ് ജർമ്മൻ ലാംഗ്വേജ് B2 ലെവലിൽ പാസ്സായി കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാക്കിയാൽ ജർമ്മനിയിൽ പോയി ഒരു നേഴ്സായി തീരാൻ വേണ്ടി സാധിക്കും. അവർക്ക് പിന്നീട് അവിടെയുള്ള ക്വാളിഫയിങ് എക്സാം, അതായത് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം അസിസ്റ്റന്റ് നേഴ്സായി വർക്ക് ചെയ്യണം, പിന്നീട് ജർമ്മനിയിലേക്കുള്ള ഒരു ക്വാളിഫയിങ് എക്സാം ഉണ്ട്, കനഡീസ് പ്രൂഫിംഗ് എന്ന് പറയും. ആ എക്സാം എഴുതി പാസ്സാവുന്ന എല്ലാവർക്കും രജിസ്ട്രേഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. സാർ, നഴ്സസിന് കുറെ ഓപ്പർച്യൂണിറ്റികൾ ഉണ്ട്. അതിൽ നിന്നും ജർമ്മനി എങ്ങനെയാണ് വേറിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ ജർമ്മനി എങ്ങനെയാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആവുന്നത്? വികസിത വിദേശ രാജ്യങ്ങളിലേക്ക് നേഴ്സുമാരെ തെരഞ്ഞെടുക്കുന്നത് ഒരു സങ്കീർണമായിട്ടുള്ള പ്രോസസ്സിൽ കൂടിയാണ്. പല രാജ്യങ്ങളും അവരുടെ ഹെൽത്ത് കെയർ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾ എന്ന നിലയ്ക്ക് ആ ക്വാളിറ്റിയിൽ വളരെയധികം ഫോക്കസ്ഡ് ആയതുകൊണ്ട് നേഴ്സുമാരെ റിക്രൂട്ട് ചെയ്യുമ്പോൾ പല തട്ടിലുള്ള പരീക്ഷകൾ പാസ്സായിട്ടാണ് നേഴ്സുമാർ ഓരോ രാജ്യത്തേക്ക് റിക്രൂട്ട് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ UK ഒരു നേഴ്സിനെ പോകണമെങ്കിൽ, നമ്മുടെ രാജ്യത്ത് നിന്ന് പോകണമെങ്കിൽ ആദ്യം IELTS-ലോ OET-ലോ ആവശ്യമായ സ്കോർ നേടണം. രണ്ടാമത് ഇവിടെ നിന്ന് തന്നെ CBT എന്ന് പറയുന്ന ഒരു എക്സാം എഴുതി പാസ്സാവണം. അതിനുശേഷം UK-യിലെത്തി OSCE ക്ലിനിക്കൽ എക്സാം കൂടി പാസ്സായാലാണ് അവിടെ ഒരു രജിസ്ട്രേഡ് നേഴ്സായി തീരാൻ വേണ്ടി സാധിക്കുന്നത്. ഇത് നമ്മൾ ഓസ്ട്രേലിയയിലേക്ക് നോക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെ ലാംഗ്വേജ് എക്സാം IELTS-ഓ OET-യോ അല്ലെങ്കിൽ PT-യോ ഓസ്ട്രേലിയയിലേക്ക് പാസ്സാവണം. അതുപോലെ തന്നെ NCLEX-RN അവിടേക്ക് ആവശ്യമായിട്ടുള്ള എക്സാമാണ്. അതുകൂടാതെ ഓസ്ട്രേലിയ എത്തി OSCE ക്ലിനിക്കൽ എക്സാം കൂടി പാസ്സായാലേ അവിടെ ഒരു രജിസ്ട്രേഡ് നേഴ്സായി തീരാൻ വേണ്ടി സാധിക്കും. ജർമ്മനി ഇതിൽ നിന്നും കുറെ കൂടി എളുപ്പത്തിലുള്ള പ്രോസസ്സുള്ള രാജ്യമാണ്. അതായത് നമ്മുടെ രാജ്യത്തു നിന്ന് ജർമ്മൻ ലാംഗ്വേജ് B2 പഠിച്ചു കഴിഞ്ഞാൽ ഏതൊരാൾക്കും ജർമ്മനിയിലേക്ക് പോകാം, അവിടെ ചെന്ന് അസിസ്റ്റന്റ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാം. പിന്നീട് അവർ 6 മാസത്തിന് ശേഷമോ അവർക്ക് എപ്പോഴാണ് ഫ്ലുവൻസി കിട്ടുന്നതെന്ന് തോന്നുന്ന അവസരത്തിൽ മാത്രം അവരെ ഈ കനഡീസ് പ്രൂഫിംഗ് എന്ന് പറയുന്ന എക്സാം എഴുതിയാൽ മതി. അസിസ്റ്റന്റ് നേഴ്സായി വർക്ക് ചെയ്യുമ്പോഴും ഒരു രജിസ്ട്രേഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുമ്പോഴും സാലറിയിൽ വളരെ വലിയ അന്തരമോ വ്യത്യാസമോ ജർമ്മനിയിലില്ല. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പത്തിൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സിൽ കൂടി നേഴ്സുമാർക്ക് ജർമ്മനിയിലേക്ക് ഒന്ന് പോകാനായിട്ട് സാധിക്കും. അതായത് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യുന്നത് വഴി ഫ്രഷർ ആയിട്ടുള്ള ഒരു നേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു നേഴ്സിനും ഏത് ലെവൽ ഓഫ് എക്സാം, അതായത് GNM, BSc നേഴ്സിംഗ്, MSc നേഴ്സിംഗ് എന്നുള്ള വ്യത്യാസമില്ലാതെ ഏത് ലെവലിലുള്ള നേഴ്സിംഗ് പഠിച്ച ഒരാൾക്കും ജർമ്മനിയിൽ പോയിട്ട് ഒരു രജിസ്ട്രേഡ് നേഴ്സ് ആവാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് മറ്റ് ഏതൊരു രാജ്യത്ത് പോകുന്നതിനേക്കാളും വളരെ എളുപ്പത്തിൽ ഇന്ന് ജർമ്മനിയിൽ പോയി രജിസ്ട്രേഡ് നേഴ്സ് ആവാനായിട്ട് സാധിക്കുന്നതാണ്. കുറേയധികം ആളുകൾ ചൂസ് ചെയ്യുന്നത് GCC രാജ്യങ്ങളാണ്, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളാണ്. അപ്പം
എനിക്ക് തോന്നുന്നു മറ്റു രാജ്യങ്ങളിലേക്കുള്ള ഓപ്പർച്യൂണിറ്റികൾ വളരെ കുറവാണ് ഇപ്പോൾ. അപ്പം അവർ GCC കമ്പാരിറ്റീവ്ലി എളുപ്പമാണെന്നൊക്കെ പറഞ്ഞ് ചൂസ് ചെയ്യുന്നുണ്ട്. അപ്പം എന്തുകൊണ്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് ജർമ്മനി എന്ന് പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി GCCയെക്കാളൊക്കെ വേറിട്ട് നിൽക്കുന്നത്? നേഴ്സുമാര് GCC കൺട്രികളിലേക്ക് നേഴ്സിംഗ് പ്ലേസ്മെന്റിന് പോകാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ തന്നെ അവർക്കറിയാം ഇതൊരു ടെമ്പററി ആയിട്ടൊരു ജോലിയാണ്. ഒരു കാലത്ത് അവർ തിരിച്ച് നാട്ടിലേക്ക് വരേണ്ടതുണ്ട്. കാരണം അവിടെ പോയി ജോലി ചെയ്ത് സർട്ടൻ പീരീഡ് കഴിയുമ്പോൾ ഒന്നുകിൽ നാട്ടിലേക്ക് തിരിച്ചു വരണം, അല്ലെങ്കിൽ മിക്കവാറും നേഴ്സുമാർ GCCയിൽ എത്തിയാൽ പിന്നെ അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഒന്നുകിൽ UK പോകണം, അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലേക്ക് പോകണം, അല്ലെങ്കിൽ ജർമ്മനിയിലേക്ക് പോകണം എന്നുള്ളതൊക്കെയാണ്. അപ്പം അവര് ഈ GCC കൺട്രികളെയെല്ലാം അവരുടെ കരിയറിലെ ഒരു ഇടത്താവളമായിട്ടാണ് അവര് പരിഗണിക്കുന്നത്. എന്നാൽ അവിടേക്ക് പോകാതെ നേരിട്ട് ഇന്ന് ജർമ്മനിയിലേക്ക് പോകാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പൊ നമ്മൾ GCCയിലേക്ക് പോയി ആ രാജ്യത്ത് ജോലി ചെയ്യുകയും പണം സേവ് ചെയ്ത് നാട്ടിലേക്ക് അയക്കുകയും പിന്നെ വാർദ്ധക്യമാകുമ്പോൾ തിരിച്ച് നാട്ടിലേക്ക് വന്ന് ജീവിക്കുകയും ചെയ്യുന്നതിന് പകരം നേരിട്ട് ജർമ്മനിയിലേക്ക് പോയി അവിടെ PR സിറ്റിസൺഷിപ്പും കിട്ടി ആ രാജ്യത്ത് മൈഗ്രേറ്റ് ചെയ്ത് അവിടുത്തെ ഒരു സിറ്റിസണായി ആ രാജ്യത്ത് ജീവിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതാണ് ഏറ്റവും പ്രയോജനകരമായി തീരുന്നത്. കാരണം അവരുടെ ഫാമിലി അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. അവരുടെ കുട്ടികൾക്ക് അവിടെ വിദ്യാഭ്യാസം കൊടുത്ത് ആ രാജ്യത്തെ പൗരന്മാരായി അവിടുത്തെ ആളുകളായിട്ട് അവർക്ക് ജീവിക്കാനായിട്ടുള്ള സാഹചര്യവും. സാർ ഇപ്പോൾ ഫാമിലിയെ കൊണ്ടുപോകുന്ന ഒരു കാര്യം പറഞ്ഞു, അപ്പം ആ പ്രോസസ്സിനെ കുറിച്ച് ഒന്ന് ബ്രീഫായിട്ട് പറയാമോ? ജർമ്മനിയിലേക്ക് നമ്മളൊരു നേഴ്സിംഗ് പ്ലേസ്മെന്റിനായി ഒരു നേഴ്സ് പോവുകയാണെങ്കിൽ നമുക്കറിയാം, ലാംഗ്വേജ് പഠിച്ച് ജർമ്മനിയിലെത്തി അവരൊരു അസിസ്റ്റന്റ് നേഴ്സായിട്ട് അവരുടെ കരിയറിന്റെ തുടക്കമായി. അതിനുശേഷം അവരെ കനഡീസ് പ്രൂഫിംഗ് എക്സാം പാസ്സായി കഴിഞ്ഞാൽ അവർക്ക് ഫാമിലി റീയൂണിഫിക്കേഷൻ വിസ, അതായത് അവരുടെ ഫാമിലിയിലെ ആളുകളെ കൊണ്ടുപോകാനുള്ള വിസ ജർമ്മൻ ഗവൺമെന്റ് അനുവദിക്കും. അങ്ങനെ അവർക്ക് ആളുകളെ കൊണ്ടുപോകാം. അല്ലെങ്കിൽ അവർക്ക് PR കിട്ടിയതിന് ശേഷം ആളുകളെ കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും, അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് കിട്ടിയതിന് ശേഷം ആളുകൾക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതായത് ജർമ്മനിയിലെത്തി ഒരു രജിസ്റ്റേർഡ് നേഴ്സായി കഴിഞ്ഞാൽ അവർക്ക് ഫാമിലിയെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അല്ലാതെയും കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. ഉദാഹരണത്തിന് പറയുകയാണ്, ഒരു നേഴ്സ് അവിടെ പോയി അസിസ്റ്റന്റ് നേഴ്സായി അവർക്ക് വിവാഹം കഴിഞ്ഞു, ഹസ്ബൻഡിനെ കൊണ്ടുപോകണം എന്ന് വിചാരിക്കുക. പല ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ ഒരു ഹസ്ബൻഡിന് ഒരു ഹയർ എഡ്യൂക്കേഷൻ, അതായത് ഒരു സ്റ്റഡി അബ്രോഡ് പ്രോഗ്രാമിൽ ഒരു മാസ്റ്റേഴ്സ് എടുക്കാൻ പോകുന്നത് വഴി പോകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പ്രോഗ്രാം പഠിക്കാൻ പോകുന്നത് വഴി പോകാൻ വേണ്ടി സാധിക്കും. അവർക്കൊരു ജോബ് സീക്കർ വിസയിൽ ആ രാജ്യത്തേക്ക് പോകാൻ വേണ്ടി സാധിക്കും. അങ്ങനെ പല വിധത്തിലും, അതായത് വൈഫിന്റെ ഡിപ്പെൻഡൻസി ഇല്ലാതെ ഒരു ഇൻഡിപെൻഡന്റ് പേഴ്സൺ എന്ന നിലയ്ക്കും അവിടെ പോയി അവർക്ക് ഒന്നിച്ച് ജീവിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സർ, നേഴ്സ് ജർമ്മനി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ആളുടെ ജീവിതത്തിലും ആളുടെ കുടുംബത്തിലും ഉണ്ടാകുന്ന ട്രാൻസ്ഫോർമേഷൻസ് എന്തൊക്കെയാണ്? അത് ഏറ്റവും വളരെ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ആണ് ഒരു നേഴ്സ് ജർമ്മനി തിരഞ്ഞെടുക്കുമ്പോൾ ഉണ്ടാകുന്നത്. അതിനെ പല തട്ടിൽ നമുക്ക് ചിന്തിക്കാൻ വേണ്ടി സാധിക്കും. ഒന്നാമത്തെ കാര്യം, ജർമ്മനിയിലേക്ക് പോകുന്ന എക്സാമുകൾ വളരെ സിമ്പിൾ ആണ്. അതായത് ആകെ ജർമ്മൻ ലാംഗ്വേജ് മാത്രമേ പഠിക്കേണ്ടതായിട്ടുള്ളൂ. ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് B2 പാസ്സാവുന്ന എല്ലാവർക്കും ജർമ്മനിയിലേക്ക് പോകാൻ വേണ്ടി സാധിക്കും. ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ജർമ്മനിയിലേക്ക് ഒരു എംപ്ലോയർ ഒരു നേഴ്സിനെ തെരഞ്ഞെടുത്ത് കൊണ്ടുപോകുമ്പോൾ അവരുടെ എല്ലാ ചെലവുകളും എംപ്ലോയേഴ്സ് വഹിക്കുന്നുണ്ട്. അതായത് അവരുടെ വിസ, അവരുടെ ഇൻഷുറൻസ്, ഫ്ലൈറ്റ് ടിക്കറ്റ്. പല എംപ്ലോയേഴ്സും അവരുടെ ലാംഗ്വേജ് പഠനത്തിന് ചെലവായ പണം പോലും റീഇംബേഴ്സ് ചെയ്യുന്ന ആളുകളുണ്ട്. ചില ആളുകൾ ഫുള്ളായിട്ട് റീഇംബേഴ്സ് ചെയ്യും, ചിലർ 50% റീഇംബേഴ്സ് ചെയ്യും, ചിലരൊരു എമൗണ്ട് കട്ട് ഓഫ് എമൗണ്ട് വെച്ച് റീഇംബേഴ്സ് ചെയ്യും. അതായത് നിങ്ങളുടെ ലാംഗ്വേജ് പഠനത്തിലേക്ക് 50,000 രൂപ റീഇംബേഴ്സ്മെന്റ്. അങ്ങനെ പല എംപ്ലോയീസും പല വിധത്തിലെ ലാംഗ്വേജിന്റെ പണം റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. പലപ്പോഴും ജർമ്മനിയിൽ എത്തിക്കഴിഞ്ഞ നേഴ്സുമാർക്ക് ലാപ്ടോപ്പ് കൊടുക്കുന്ന എംപ്ലോയേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ അവർക്കൊരു പോക്കറ്റ് മണി ഫസ്റ്റ് ചെല്ലുന്ന ഉടനെ കൊടുക്കുന്ന എംപ്ലോയേഴ്സ് ഉണ്ട്. അങ്ങനെ എല്ലാ വിധത്തിലും കംഫർട്ടബിൾ ആയി ആ രാജ്യത്ത് ലാൻഡ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലാണ് ഈ പ്ലേസ്മെന്റ് പ്രോസസ്സുകൾ മുന്നോട്ട് പോകുന്നത്. അതുകൂടാതെ തന്നെ ഈ ജർമ്മനിയിലേക്കുള്ള നേഴ്സിംഗ് പ്രോസസ്സ് വളരെ സിമ്പിൾ ആണ്. മറ്റു രാജ്യത്തെ പോലെയുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള യാതൊരു പ്രക്രിയ ഇതിന്റെ ഭാഗമായിട്ടില്ല. അവിടെ ചെന്നാൽ ഉടനെ നമുക്ക് ജോലിയിൽ പ്രവേശിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതായത് ജർമ്മനിയിൽ ഒരു രജിസ്റ്റേർഡ് നേഴ്സ് ആവുന്നതിന് മുമ്പേ തന്നെ നമുക്ക് അസിസ്റ്റന്റ് നേഴ്സായിട്ട് നമ്മുടെ ജോലി ആരംഭിക്കാം. ഒരു രജിസ്റ്റേർഡ് നേഴ്സിന്റെ സാലറിയിൽ നിന്ന് വളരെ കുറവില്ലാത്ത സാലറി ഒരു അസിസ്റ്റന്റ് നേഴ്സിന് ലഭ്യമാവും. അതായത് നമ്മൾ സാധാരണഗതിയിൽ 2,400 മുതൽ 2,800 യൂറോ ഒരു അസിസ്റ്റന്റ് നേഴ്സ് ജോലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കിട്ടും എന്ന് നമ്മൾ പറയുമ്പോഴും നമ്മുടെ എഡ്യൂഫ്ലെയറിൽ നിന്ന് കൂട്ടുള്ള നേഴ്സുമാർക്കെല്ലാം 3,500 യൂറോ പല എംപ്ലോയേഴ്സും മന്ത്ലി സാലറി ആയിട്ട് നൽകുന്നുണ്ട്. അപ്പം അതൊരു രജിസ്റ്റേർഡ് നേഴ്സിന്റെ സാലറിക്ക് തുല്യമായിട്ടുള്ള സംഖ്യയാണ്. അതായത് നേഴ്സുമാർ അത്രത്തോളം ഷോർട്ടേജ് ഉള്ളത് കൊണ്ടാണ് ഈവൻ അസിസ്റ്റന്റ് നേഴ്സായിട്ടുള്ള ആളുകൾക്ക് ഇത്ര ഹ്യൂജ് സാലറി കൊടുക്കുന്നത്. കൂടാതെ അവർക്ക് ഓവർ ടൈം ജോലി ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അതിന് അഡീഷണൽ ആയിട്ടുള്ള ബെനിഫിറ്റ് കിട്ടും. അതുകൂടാതെ നേഴ്സുമാർക്ക് പല വിധത്തിലുള്ള പാരിതോഷികങ്ങൾ
എംപ്ലോയേഴ്സിന് ജർമ്മനി കൊടുക്കുന്നുണ്ട്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ക്രിസ്മസ് വരുമ്പോൾ അവർക്ക് ബോണസ് കൊടുക്കുന്നുണ്ട്, ഫെസ്റ്റിവൽ അലവൻസ് പല സമയത്തും കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ യൂണിഫോം അലവൻസ് അവർക്ക് കൊടുക്കുന്നുണ്ട്, അവരുടെ ഹെൽത്ത് ഇൻഷുറൻസ്, അങ്ങനെ ഒരുപാട് മേഖലയിൽ അവരെ അവിടുത്തെ എംപ്ലോയർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഇവിടുന്ന് ഒരു നേഴ്സ് ജർമ്മനിയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ അവരുടെ അക്കമഡേഷൻ എല്ലാം ഏറ്റവും ക്വാളിറ്റിയുള്ള അക്കമഡേഷൻ അവർക്ക് ഉറപ്പ് നൽകിക്കൊണ്ടാണ് ഒരു റിക്രൂട്ടർ അല്ലെങ്കിൽ ഒരു എംപ്ലോയർ അവരെ ജർമ്മനിയിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് നല്ല സുഖകരമായ അന്തരീക്ഷത്തിൽ ജോലി ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഒരു വീക്കിലി അവർക്ക് 37.5 മണിക്കൂർ അവർക്ക് ഒഫീഷ്യലായിട്ടുള്ള അവരുടെ ജോബ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. അപ്പൊ നമുക്ക് 37.5 മണിക്കൂറിന് നമ്മൾ ആഴ്ചയിൽ അല്ലെങ്കിൽ ഡേയ്സിലേക്ക് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ ആഴ്ചയിൽ 5 ദിവസത്തെ ജോലി 7.5 മണിക്കൂർ പെർ ഡേ അവർ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ 37.5 മണിക്കൂർ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം വളരെ ലൈറ്റർ ആയിട്ടുള്ള ജോലി, ഉയർന്ന ശമ്പളം, അതായത് നമ്മുടെ വർക്ക് ലൈഫ് ബാലൻസ് വളരെ നന്നായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി ജർമ്മനിയിൽ സാധിക്കും. ഇത് കൂടാതെ അവർക്ക് ഈ കനനീസ് പ്രൂഫിംഗ് എന്ന് പറയുന്ന എക്സാം എഴുതാനായിട്ടുള്ള കോച്ചിങ് ക്ലാസ്സുകൾ അവരെ കൊണ്ടുപോകുന്ന എംപ്ലോയർ അവർക്ക് നൽകുന്നുണ്ട്. എല്ലാ ഹോസ്പിറ്റലും അത് അസിസ്റ്റന്റ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന നേഴ്സുമാർക്ക് ഈ എക്സാം പാസ്സാവുന്നതിന് ആവശ്യമായിട്ടുള്ള ക്ലാസ്സുകളെ, കോച്ചിങ്ങുകളെ, അതിന് വേണ്ടുന്ന ഹെൽപ്പുകളെല്ലാം അവരുടെ എംപ്ലോയർ നൽകുന്നുണ്ട്. അതായത് ആ നേഴ്സിനെ ഒരു രജിസ്റ്റേർഡ് നേഴ്സ് ആക്കി തീർക്കേണ്ടത് ഇവിടുന്ന് പോയ നേഴ്സിനേക്കാളും ആ ഹോസ്പിറ്റലിന്റെ ഒരു നീഡ് പോലെയാണ് അവിടെ അവർ കണക്കാക്കുന്നത്. അപ്പം നമ്മൾ അവിടെ ചെന്ന് ഓട്ടോമാറ്റിക്കലി നമുക്ക് ജോലി കിട്ടി, നല്ല ശമ്പളം വാങ്ങി, ഓവർ ടൈം ചെയ്ത് നന്നായി ജീവിക്കുന്നത് കൂടാതെ ഇമ്മീഡിയറ്റ്ലി നമുക്കൊരു രജിസ്റ്റേർഡ് നേഴ്സായി മാറാനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റിയും ഉണ്ട്. 6 മാസം കൊണ്ട് തന്നെ മിക്കവാറും നേഴ്സുമാർ കനനീസ് പ്രൂഫിംഗ് എക്സാം പാസ്സായി രജിസ്റ്റേർഡ് നേഴ്സായി തീരും. ഈ എക്സാമിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് വളരെ ടഫായിട്ടുള്ള ഒരു എക്സാം അല്ല. നമ്മുടെ ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ടുള്ളതും അതേപോലെ തന്നെ നമ്മുടെ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സാമാണ് കനനീസ് പ്രൂഫിംഗ് എക്സാം എന്ന് പറയുന്നത്. ഇത് പാസ്സാകാൻ വളരെ എളുപ്പമാണ്. അപ്പൊ നമുക്ക് നോക്കിയാൽ ഒരു നേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഏറ്റവും ഇവിടെ നിന്ന് ഫ്ലൈറ്റ് കയറി ജർമ്മനിയിലേക്ക് ലാൻഡ് ചെയ്യുന്ന അന്ന് മുതൽ ഏറ്റവും സന്തോഷമുള്ള ജീവിതത്തിലേക്ക് അവർക്ക് പോകാൻ വേണ്ടി സാധിക്കും, ഏറ്റവും ക്വാളിറ്റിയുള്ള ജീവിതത്തിലേക്ക് അവർക്ക് പോകാൻ വേണ്ടി സാധിക്കും. ഒരു വിധത്തിലും അവരുടെ ജീവിതത്തിൽ ഒരു റിഗ്രറ്റിന് യാതൊരുവിധ സ്കോപ്പും ഇല്ലാത്ത ഒരു പ്ലേസ്മെന്റ് ആണ് ജർമ്മനിയിലെ നഴ്സിംഗ് പ്ലേസ്മെന്റ്. നമ്മൾ എമൗണ്ടിന്റെ അവർക്ക് കിട്ടുന്ന സാലറിയുടെ കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചപ്പോൾ 3500 യൂറോ വരെയൊക്കെ ഒരു അസിസ്റ്റന്റ് നഴ്സിന് കിട്ടാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ കിട്ടിയ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് സാർ സംസാരിച്ചപ്പം പല ആളുകളും ജർമ്മനിയെ കുറിച്ചുള്ള ഒരു ആക്ഷേപമായിട്ട് പറയുന്നത് അവിടെ ഭയങ്കര ടാക്സ് ആണ്, ലിവിങ് എക്സ്പെൻസിനെ കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ട്. അപ്പം ഈ 3500 യൂറോ ഒരാൾക്ക് കിട്ടിയാൽ അവർക്ക് എത്ര എക്സ്പെൻസ് വരുമായിരിക്കും, അതിൽ നിന്ന് അവർക്ക് എത്ര സേവ് ചെയ്യാൻ പറ്റും, നാട്ടിലേക്ക് അയക്കാൻ പറ്റും, അതിനെക്കുറിച്ചൊക്കെ അവർക്ക് ആശങ്ക ഉണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ വികസിത വിദേശ രാജ്യത്തേക്ക് പോകുന്ന ആളുകൾ പൊതുവെ ഉന്നയിക്കുന്ന ഒരു ആക്ഷേപമാണ് അവിടെ ടാക്സ് വളരെ കൂടുതലാണ്. ജർമ്മനി മാത്രമല്ല, എല്ലായിടത്തും ജർമ്മനി അല്ല, എല്ലാ ഡെവലപ്ഡ് കൺട്രി പോകുന്ന ആളുകളും പറയുന്ന ഒരു ആക്ഷേപമാണ് ടാക്സ് വളരെ കൂടുതലാണ് എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ രാജ്യത്ത് ജീവിക്കുമ്പോൾ ഈ കാറ്റഗറിയിലുള്ള ആളുകളെ ഒരു മിഡിൽ ക്ലാസ് ആയിട്ടോ അല്ലെങ്കിൽ പാവപ്പെട്ടവരോ ആയിട്ടാണ് ജീവിക്കുന്നത്. നമ്മുടെ ഒരു സാധാരണ നേഴ്സ് നമ്മുടെ നാട്ടിലൊരു ഹോസ്പിറ്റലിൽ ജോലി എടുക്കുക അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ ചെയ്യുമ്പോൾ അവർ സാമ്പത്തികമായിട്ട് വളരെ മെച്ചപ്പെട്ട ഒരാളല്ല. അവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ യാതൊരുവിധ ടാക്സുകളും അവർക്ക് കൊടുക്കേണ്ടതായിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ഉയർന്ന വരുമാനമുള്ള ആളുകൾ കൊടുക്കുന്ന ടാക്സിനെ പറ്റി അവർ അവെയറല്ല. നമ്മുടെ ഇന്ത്യയിലും നല്ല വരുമാനമുള്ള ആളുകൾ ഉയർന്ന ടാക്സ് കൊടുക്കേണ്ടതുണ്ട്. 30% മുതൽ 40% വരെയുള്ള സ്ലാബിലാണ് പല പണമുള്ള ആളുകളും നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നത്. അത് അവർക്ക് പരിചിതമല്ലാത്തത് കൊണ്ടാണ് ടാക്സിനെ സംബന്ധിച്ചുള്ള ഒരു കൺസേൺ പ്രധാനമായിട്ടും വരുന്നത്. ഇവർ ജർമ്മനിയിലേക്ക് എത്തുമ്പോഴേക്ക് ഈ സീൻ മാറി, അവര് പണമുള്ള ആളുകളായി മാറി. അതായത് അവരുടെ സാമ്പത്തിക ശേഷി ജർമ്മനിയിലെ ഉയർന്ന വരുമാനമുള്ള അല്ലെങ്കിൽ ഉയർന്ന സാലറി ഉള്ള ഒരു വ്യക്തിയായിട്ട് അവർ മാറുകയാണ്. ഓട്ടോമാറ്റിക്കലി അതിന്റെ ഭാഗമായി അവർക്ക് ടാക്സുകൾ പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന മാതിരിയുള്ള ഇൻകം ടാക്സ് അല്ല പ്രധാനമായിട്ടും അവിടെ പേ ചെയ്യുന്നത്. ഇൻകം ടാക്സ് തീർച്ചയായിട്ടും അവർ സാലറിയുടെ ഭാഗമായി കട്ട് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ അവർക്ക് സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷൻസ് ആണ് പ്രധാനമായിട്ടും ജർമ്മനിയിൽ അവർ അടയ്ക്കേണ്ടത്. അതായത് അവരുടെ ഭാവിയിൽ കിട്ടേണ്ട പെൻഷന് വേണ്ടിയിട്ടുള്ള ഒരു തുക, അവരുടെ ഫ്രീ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു തുക, അല്ലെങ്കിൽ അവരുടെ ഒരു ഏജ്ഡ് കെയറിന് വേണ്ടിയിട്ടുള്ള തുക, ഇങ്ങനെ പല വിധത്തിലുള്ള സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ് അവർക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവരുടെ സാലറിയിൽ നിന്നൊരു എമൗണ്ട് ഗവൺമെന്റ് കട്ട് ചെയ്തിട്ടാണ് അവർക്ക് സാലറി കൊടുക്കുന്നത്. അപ്പം ഇത് അവരുടെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ടാണ്. അവർക്ക് ഭാവിയിൽ യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലാതെ ഏറ്റവും ക്വാളിറ്റിയുള്ള ലൈഫ് ആ രാജ്യത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതെല്ലാം കട്ട് ചെയ്താലും നല്ല ശമ്പളം അവർക്ക് കിട്ടും,
അവർക്ക് ആ രാജ്യത്ത് സുഖമായിട്ട് ജീവിക്കാനുള്ള വരുമാനം അതിൽ നിന്ന് നേടാൻ വേണ്ടി സാധിക്കും. അവിടെ വീടുകൾ വാങ്ങാൻ വേണ്ടി സാധിക്കും, ഫാമിലിയെ കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും, നാട്ടിലേക്ക് പൈസ അയക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരു ക്വാളിറ്റിയുള്ള ലൈഫും സാമ്പത്തികമായി ഉയർന്ന നിലവാരത്തിലുള്ള ജീവിതവും അവർക്ക് സാധ്യമാണ്. സാറ് പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ ടാക്സ് കൊടുത്ത് ശീലമില്ലാത്തതുകൊണ്ടാണ് നമുക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. പക്ഷെ നമ്മൾ ഈ സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അതല്ലാണ്ട് നമ്മൾ ടാക്സ് കൊടുത്താൽ ആ രാജ്യം നമുക്ക് വേറെ എന്തൊക്കെ ബെനിഫിറ്റ്സ് നമുക്ക് തരുന്നുണ്ട്? ഈ നമ്മുടെ നാട്ടിൽ നമുക്ക് ടാക്സ് കൊടുത്ത് ശീലമില്ലാത്തത് കൊണ്ടുള്ള ഒരു കാര്യവുമുണ്ട്. രണ്ട്, നമ്മൾ കൊടുക്കുന്ന ടാക്സിനെ ഡയറക്റ്റ് ആയിട്ട് ഒരു പ്രയോജനം നമുക്ക് ഫീൽ ചെയ്യാത്തതും നമ്മുടെ ഒരു പ്രശ്നമാണ്. അതായത് അൺനെസസറി ആയിട്ട് നമ്മുടെ പൈസ ഗവൺമെന്റ് വാങ്ങിയെടുക്കുന്നത് പോലെയാണ് നമുക്കിവിടെ അത് ഫീൽ ചെയ്യുന്നത്. കാരണം അതിന്റെ ഒരു പ്രയോജനം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അനുഭവിക്കാൻ വേണ്ടി പലപ്പോഴും സാധിക്കുന്നില്ല. ജർമ്മനിയിൽ പോയി കഴിയുമ്പോൾ ഇങ്ങനെയല്ല കാര്യങ്ങളുള്ളത്. അതായത് നമ്മളുടെ അടുത്തുനിന്ന് ഗവൺമെന്റ് ടാക്സ് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഡയറക്റ്റ് ആയിട്ടുള്ള പ്രയോജനം നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ലഭിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ 1-2 ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ, ജർമ്മനിയിൽ നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് 63 യൂറോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡോയിഷ്ലാൻഡ് ടിക്കറ്റ്, ഒരു ടിക്കറ്റ് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ജർമ്മനിയിൽ നമുക്ക് ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടി സാധിക്കും. അത് ബസ്സിൽ മാത്രമല്ല, ബസ്സില്, ട്രെയിനില്, ട്രാമില് എല്ലാം ഒരു മാസം നമുക്ക് ആബ്സല്യൂട്ട്ലി ജർമ്മനി മുഴുവൻ, ഒരു രാജ്യം മൊത്തം സഞ്ചരിക്കാൻ ഈ 63 യൂറോയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ. രണ്ടാമതായിട്ട് നമുക്ക് ഫ്രീ ട്രീറ്റ്മെന്റ് ആണ്. നമുക്ക് നമ്മുടെ നാട്ടിൽ ഫ്രീ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ഔദാര്യം പോലെ ലഭിക്കുന്നതാണ്, ക്വാളിറ്റി ഇല്ലാത്ത കാര്യമാണ് നമ്മുടെ നാട്ടിൽ ലഭിക്കുന്നത്. ജർമ്മനിയിലെ ഫ്രീ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാല് നിങ്ങളുടെ അസുഖം എന്താണോ, അതിന്റെ ഗ്രാവിറ്റി എന്താണോ, അതിന്റെ ഇമ്മീഡിയറ്റ് എഫക്റ്റ് എന്താണ്, ഇതിനൊക്കെ അനുസരിച്ചാണ് ട്രീറ്റ്മെന്റ് ഉള്ളത്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഒരു കാർഡിയാക്ക് അറസ്റ്റ് വരുന്ന ഒരാളാണെങ്കിൽ വിത്തിൻ സെക്കൻഡിനുള്ളിൽ ഹെലികോപ്റ്ററിൽ വന്ന് നിങ്ങളെ ഹോസ്പിറ്റലിലേക്ക് നീക്കാൻ ഒരു പണവും കൊടുക്കാതെ കൊണ്ടുപോകാനായിട്ടുള്ള സംവിധാനം അവിടെയുണ്ട്. നിങ്ങളെ 3 മിനിറ്റിനുള്ളിൽ ആംബുലൻസ് വന്ന് നിങ്ങളുടെ അസുഖമുള്ള സ്ഥലത്തുനിന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനുള്ള സംവിധാനമുണ്ട്. നിങ്ങളുടെ അസുഖത്തിന്റെ ഗ്രാവിറ്റിക്ക് അനുസരിച്ച് എത്ര പണത്തിലുള്ള ചികിത്സയും നമുക്ക് സൗജന്യമായിട്ട് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി അവിടെയുണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും നമുക്ക് അവിടെ സൗജന്യം, നമ്മൾ കൊടുക്കുന്ന ടാക്സിന്റെ ബെനിഫിറ്റുകൾ, അതായത് നമുക്ക് സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റുകളെല്ലാം നമുക്ക് നോക്കിയാൽ കാണാൻ വേണ്ടി ഈ ട്രീറ്റ്മെന്റ് കൂടാതെ, ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമുക്ക് ജോബ് ലോസ് ഉണ്ടായാൽ, നമ്മളെ ഇപ്പോഴുള്ള ജോലി നമുക്ക് നഷ്ടപ്പെട്ടു, നമുക്കൊരു പുതിയ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് 3 മാസത്തെ കാലതാമസം ഉണ്ടായി എന്ന് വിചാരിക്കുക. ഈ 3 മാസം ഗവൺമെന്റ് നമുക്ക് പണം തരും. എത്ര പണം തരും? നമ്മൾ കഴിഞ്ഞ ജോലിയിൽ നമുക്ക് കിട്ടിയ ശമ്പളത്തിന്റെ 60 മുതൽ 70% നമുക്ക് തൊഴിലില്ലായ്മ വേതനമായിട്ട് ഗവൺമെന്റ് തരും. അതായത് ഒരു ഹ്യൂജ് എമൗണ്ട് ആണ് നമ്മൾ പുതിയ ജോലി കണ്ടുപിടിക്കുന്നിടം വരെ ഗവൺമെന്റ് നമ്മൾ നൽകുന്നത്. ഇപ്പൊ പലപ്പോഴും ഇപ്പം സ്ത്രീകളെ ഒരു പ്രഗ്നൻസി പീരീഡിലേക്ക് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഡെലിവറി നടന്നു കഴിഞ്ഞാൽ നമുക്ക് മെറ്റേണിറ്റി ലീവ്, ഏകദേശം 2 വർഷത്തോളം നീളുന്ന മെറ്റേണിറ്റി ലീവിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇതെല്ലാം പെയ്ഡ് സാലറിയിലാണ് കിട്ടുന്നത്. ഇതുകൂടാതെ ഹസ്ബൻഡിന് അല്ലെങ്കിൽ കുട്ടിയുടെ അച്ഛനും ലീവ്, ഇതേമാതിരി പെറ്റേണിറ്റി ലീവ് 5 മാസം മുതൽ 9 മാസം വരെ നീണ്ടു നിൽക്കുന്ന ലീവ് അവിടെയും സാലറിയോട് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതായത് ഒരു ക്വാളിറ്റി ഉള്ള ലൈഫ് ലീഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഗവൺമെന്റ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏറ്റവും ക്വാളിറ്റിയുള്ള റോഡുകൾ, ക്വാളിറ്റിയുള്ള പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം, അതേപോലെ തന്നെ ഏറ്റവും ക്വാളിറ്റിയുള്ള ഇൻഫ്രാസ്ട്രക്ചർ, ടെക്നോളജി, അങ്ങനെ എല്ലാ അർത്ഥത്തിലും നമുക്ക് നമ്മുടെ ജീവിതത്തെ ഏറ്റവും സുഖകരമായി ജീവിച്ചു കൊണ്ടുപോകാൻ ആവശ്യമായ കാര്യങ്ങളെല്ലാം നമ്മളിൽ നിന്ന് ഗവൺമെന്റ് കട്ട് ചെയ്തെടുക്കുന്ന ടാക്സ് മൂലം ഗവൺമെന്റ് ഇതെല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്ത് നൽകുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് ഇങ്ങനെയല്ല. നമ്മുടെ രാജ്യത്ത് നമ്മളുടെ അടുത്തുനിന്ന് ടാക്സ് കട്ട് ചെയ്താൽ ഒരു കോമൺ പൂളിലേക്ക് പോകും. അതിൽ ഗവൺമെന്റ് പ്രയോറിറ്റിക്ക് അനുസരിച്ചുള്ള കാര്യങ്ങൾ ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടാണ് ചെയ്യുന്നത്. അത് പലപ്പോഴും നമ്മുടെ താഴെ തട്ടിലേക്ക് പല കാര്യങ്ങളും എത്തുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ പ്രധാന ഒരു പ്രശ്നം.